ഹലോ! ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മീറ്റ് ബോൾ സ്പെഗറ്റിയാണ് കേട്ടോ. നോർമലി നമ്മൾ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്ന രീതിയിലേ അല്ല ഇത് ഉണ്ടാക്കുന്നത്. എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഈസിയാണ് ഉണ്ടാക്കാൻ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. ബട്ടർ ചിക്കൻ്റെ ഒക്കെ ടേസ്റ്റ് വരുന്ന ഒരു സോസാണ് ഇതിനുണ്ടാക്കിയെടുക്കുന്നത്. നമുക്ക് കുട്ടികളുടെ പാർട്ടിയൊക്കെ നടത്തുന്ന സമയത്ത്, അതുപോലെ ഡിന്നറിനൊക്കെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ ഒരു സൂപ്പർ ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് മീറ്റ് ബോൾ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എല്ലില്ലാത്ത ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വെയിറ്റ് 450 ഗ്രാമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാളയുടെ ഹാഫ് പോർഷൻ ഇട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ ക്യുമിൻ പൗഡർ, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡർ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയുടെ മിക്സാണിത്. അത് 1 ടീസ്പൂൺ രണ്ടും കൂടെ. പിന്നെ ഒരു കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ പാപ്രിക്ക പൗഡറിന് പകരമായിട്ട് റെഡ് ചില്ലി പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇപ്പോൾ നമ്മുടെ മീറ്റ് ബോൾ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതിനൊരു ഒട്ടി പിടിക്കുന്ന ടെക്സ്ചറാണ് ഉണ്ടാവുക. അപ്പോൾ ഒന്നുകിൽ ഇതുപോലെ സ്പൂൺ വെച്ചിട്ടോ ഐസ്ക്രീം സ്കൂപ്പ് വെച്ചിട്ടോ ഒക്കെ നമുക്ക് കോരി എടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അല്ലെങ്കിൽ കയ്യിൽ ഇതുപോലെ ഉരുട്ടിയെടുക്കാം. ഉരുട്ടിയെടുക്കുമ്പോൾ ഓരോ ഉരുളകളും ഉരുട്ടുമ്പോഴും കൈ ക്ലീൻ ആയിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാൽ മാത്രമേ അത് കറക്റ്റായിട്ട് ഉരുട്ടിയെടുക്കാൻ കഴിയുള്ളൂ, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാക്കി അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇനി നമ്മളെല്ലാം ചെയ്തെടുക്കുന്നത്. ഞാനൊരു 2-3 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കുന്നുണ്ട്. ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആയിട്ട് വരുമ്പോൾ നമുക്ക് നമ്മുടെ മീറ്റ് ബോൾ ബോൾസ് ഓരോന്നും ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഓരോ സൈഡും 4 മിനിറ്റ് വീതമാണ് ഈ ഒരു സൈസിൽ നമ്മൾ മീറ്റ് ബോൾ കുക്ക് ചെയ്തെടുക്കുന്നത്. ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു സൈഡ് 4 മിനിറ്റ് കുക്ക് ചെയ്തിട്ട് മറിച്ചിട്ട സൈഡും 4 മിനിറ്റ് കുക്ക് ചെയ്യാം. അങ്ങനെ 8 മിനിറ്റാണ് മീറ്റ് ബോൾസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇപ്പോൾ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ചുകൂടെ ബട്ടർ ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ, ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. ഈ ബട്ടർ ഗാർലിക്കിൻ്റെ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് അല്ലേ. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ചെറുതായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നല്ല എരിവുള്ള പച്ചമുളകാണെങ്കിൽ ഒരെണ്ണം മതി. ഇത് ഒരു മീഡിയം എരിവിലുള്ള പച്ചമുളകാണ്. ഒരു ചെറിയ പോർഷൻ ഇഞ്ചി ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചതച്ചിട്ടോ അരിഞ്ഞിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം, പക്ഷെ ഒരുപാടാവാൻ പാടില്ല. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ടൊമാറ്റോ പേസ്റ്റ് ആണ് ചേർക്കുന്നത്. ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ഒരു തക്കാളി പ്യൂരി ആക്കിയിട്ട്, വെള്ളം ചേർക്കാതെ പ്യൂരി ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. പക്ഷെ അപ്പോൾ തക്കാളിയുടെ ആ വെള്ളം വറ്റിപ്പോകുന്നത് വരെ കുക്ക് ചെയ്തെടുക്കണം. പേസ്റ്റ് ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് കുറവായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് പാലാണ് ചേർക്കാനുള്ളത്. 2 കപ്പ് പാലാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി ഇത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കട്ട പിടിക്കാതെ നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു മിക്സായി വരണം. ഇനി 1 ടേബിൾ സ്പൂൺ പാപ്രിക്ക പൗഡറും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ നല്ല ജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂൺ ഉപ്പാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ബട്ടർ ചിക്കൻ സോസ്. ഇതൊരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. ചെറുതായിട്ടൊന്ന് ബോയിലായിട്ട് വരണം. ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിതിലേക്ക് മീറ്റ് ബോൾസ് ഇട്ട് കൊടുക്കാം. ഇത്രയും സമയം ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. ഇനി ഈ മീറ്റ് ബോൾസ് ഇതിൽ കിടന്നിട്ട് ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ജ്യൂസും ഇതിൻ്റെ ആ ടേസ്റ്റൊക്കെ ഈ മീറ്റ് ബോൾസിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പോൾ ഇതിവിടെ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് സ്പെഗറ്റി റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ചധികം വെള്ളം വെച്ച് ഉപ്പിട്ട് തിളപ്പിച്ചെടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു സ്പെഗറ്റിയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പിലുള്ള പാസ്തയും യൂസ് ചെയ്യാം കേട്ടോ. ഈ ഒരു പാക്കറ്റ് മൊത്തം ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഹാഫ് പോർഷൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയ ആ ഒരു സോസിൻ്റെ അളവിലേക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇതൊരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കാം. സോസ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റെഡി ആയിട്ടുള്ള പാസ്ത ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം. വലിയ പോർഷൻ ആകുമ്പോൾ മിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഇതുപോലെ ചെറിയ പോർഷനായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. സോസൊക്കെ നമ്മുടെ സ്പെഗറ്റിയിലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. എന്നാൽ മാത്രമേ അതിൻ്റെ റിയൽ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാം. മീറ്റ് ബോൾസ് ഒക്കെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ നടുവിലായിട്ട് നമ്മുടെ സ്പാഗറ്റി ഇട്ട് കൊടുക്കുക. മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്തെടുക്കാം. കണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇനി നമുക്ക് ഈ മീറ്റ് ബോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
നോക്കി നോക്കൂ എത്ര അടിപൊളിയായിട്ടാണ് കുക്കായി വന്നിട്ടുള്ളത്. ഇനി കുറച്ച് സ്പാഗറ്റിയും മീറ്റ് ബോളിൻ്റെ ഒരു പീസൊക്കെ എടുത്തിട്ട് അങ്ങ് കഴിച്ചാലുണ്ടല്ലോ, സൂപ്പറാണ് മക്കളെ. Whoa! That is a long piece for me. കൊടുത്ത ഞാൻ അടുത്തേക്ക് ഫോട്ടോ എടുക്കാം. എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണേ. താനും എങ്ങനെയുണ്ട്? സൂപ്പറല്ലേ? ലീഫാ മല്ലിയില അങ്ങനെയുണ്ട് ബാബ. രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിയുമ്പോൾ അടിപൊളിയാണ്. അപ്പോൾ മീറ്റ് ബോളൊക്കെ നല്ല അടിപൊളി കണ്ടില്ലേ? ഓക്കെ, അൽഹംദുലില്ലാ. ടൈസി കുട്ടിക്ക് എങ്ങനെയുണ്ട്? അടിപൊളിയാണോ? ചിക്കൻ തംസപ്പാണ് അതെ. സൂപ്പറാ? സൂപ്പറല്ലേ? സംഭവം അടിപൊളിയാട്ടോ, ഒരു രക്ഷയില്ല. കിട്ടില്ല. ബാബ ടൈസിക്കൊരു കുഞ്ഞു പീസ് കൊടുത്ത്. രജിമോനെ യമ്മി 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 യമ്മി. കഴിഞ്ഞു. സൂപ്പറാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഓക്കെ ഓക്കെ ടൈസി ബൈ പറഞ്ഞേ. ബൈ. ഒരു ഫ്ലൈങ് കിസ്. കൊടുത്തേ.